അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 23, സൂറത്തുൽ മുഅ്മിനൂൻ. ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തിലെ വ്യാഖ്യാനക്കുറിപ്പ് 2. സൂറത്തുൽ മുഅ്മിനൂൻ 112, 113 പോലെയുള്ള ഏതെങ്കിലും ഖുർആൻ വചനങ്ങൾ ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്നുവോ? മനുഷ്യൻ മരണശേഷം ഖബറുകളിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടും. സത്യവിശ്വാസികൾ ചോദ്യത്തിന് ശരിക്ക് മറുപടി കൊടുക്കും. അനന്തരം അവർക്ക് സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അവിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും മറുപടി പറയുവാൻ സാധിക്കയില്ല. അങ്ങനെ അവർ പലവിധ ശിക്ഷകളും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. എന്നീ വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ യുക്തിവാദികളായ ചില കക്ഷിക്കാർക്കൊഴികെ ആർക്കും ഭിന്നാഭിപ്രായമില്ലാത്തതാകുന്നു. ഇതിനെപ്പറ്റി ഖുർആനിൽ സ്പഷ്ടമായ ഭാഷയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഏറെക്കുറെ അത് സംബന്ധമായ പല സ്പർശനങ്ങളും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ഹദീസുകളിലാണെങ്കിൽ അനിഷേധ്യവും സുവ്യക്തവുമായ അനേകം തെളിവുകൾ കാണാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം നമസ്കാരത്തിലും മറ്റും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, അല്ലാഹുവേ ഞാൻ നിന്നോട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് അല്ലാഹുവോട് ദുആ ചെയ്യുവാൻ ഉപദേശിക്കപ്പെട്ടതും നാം അത് നിത്യം ചെയ്തു വരുന്നതും. ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്ന കൂട്ടർ ഖുർആനിൽ നിന്ന് തങ്ങൾക്ക് തെളിവായി എടുത്തു കാട്ടുന്ന ഒരു ആയത്ത് സൂറത്ത് യാസീൻ 52-ാം വചനമാണ്. സൂറിൽ, അതായത് കാഹളത്തിൽ ഊതപ്പെട്ട് ജനങ്ങളെല്ലാം പുനരെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവിശ്വാസികൾ യാ വൈലന മൻ ബഅസന മിൻ മർഖദിന, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ ഉറങ്ങുന്നിടത്ത് നിന്ന് ഞങ്ങളെ ആരാണ് എഴുന്നേൽപ്പിച്ചത് എന്ന് പറയുമെന്ന് ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നുവല്ലോ. ഖബറുകളിൽ കഴിച്ചുകൂട്ടിയ കാലം യാതൊരു വിധത്തിലുള്ള ശിക്ഷാനുഭവങ്ങളും, അതായത് സന്തോഷാനുഭവങ്ങളും തന്നെ കൂടാതെ തനി ഉറക്കുപോലെ ആയിരുന്നുവെന്നാണ് ഈ വചനം കുറിക്കുന്നത്. അതുകൊണ്ട് ഖബറിൽ വെച്ച് ശിക്ഷയോ സുഖാനുഭവമോ ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഇവരുടെ വാദം. മറ്റൊന്ന്, സൂറത്തുൽ മുഅ്മിനൂൻ 112, 113 വചനങ്ങളിലെ ആശയം ഉൾക്കൊള്ളുന്ന ബനു ഇസ്രായേൽ 51, യൂനുസ് 45, തോഹ 103, റൂം 55, അഹ്ഖാഫ് 35, നാസിആത്ത് 46 മുതലായ ഖുർആൻ വചനങ്ങളാകുന്നു. ഖിയാമത്ത് നാളിൽ പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തങ്ങൾ എത്ര കാലം കഴിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് തിട്ടപ്പെടുത്തുവാൻ മരണപ്പെട്ടവർക്ക് കഴിയുകയില്ലെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ആകയാൽ അവർ അതേവരെ ശിക്ഷയോ മറ്റോ കൂടാതെ നിദ്രയിൽ കിടക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതാണെന്നാണ് ഇവർ വാദിക്കുന്നത്. ഈ വാദങ്ങൾക്കെതിരായി വരുന്നതും ഖബറിലെ ചോദ്യം, ശിക്ഷ മുതലായവയെ സ്ഥാപിക്കുന്നതുമായ ഹദീസുകളെ ഇവർ അവഗണിക്കുക മാത്രമല്ല പരിഹാസേന പുറംതള്ളുകയും ചെയ്തു വരുന്നു. വാസ്തവത്തിൽ ഖുർആന്റെ പ്രസ്താവനകളിൽ നിന്നു തന്നെ ഇവരുടെ വാദം തികച്ചും തെറ്റാണെന്ന് നിഷ്പക്ഷ ബുദ്ധിയോടെ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഖിയാമത്ത് നാളിലെ അതിഭയാനകങ്ങളായ അനുഭവങ്ങളും പരലോക ജീവിതത്തിന്റെ അറ്റമില്ലാത്ത ദൈർഘ്യവും കാണുമ്പോൾ അതിന്റെ മുമ്പ് തങ്ങൾക്ക് കഴിഞ്ഞുപോയിട്ടുള്ള കാലത്തെയും അനുഭവങ്ങളെയും അതെത്ര ക്ലേശകരമോ സന്തോഷകരമോ നീണ്ടു നിന്നതോ ആയിരുന്നു കൊള്ളട്ടെ, അവർ, അതായത് കുറ്റവാളികളായുള്ളവർ, തൃണവൽക്കരിക്കുകയും നിസ്സാരമായി കാണുകയും ചെയ്യുന്നു. അഥവാ പരലോകത്തിലെ കഠിന യാതനകൾ അനുഭവിച്ചു വരുന്ന ആ ഘട്ടത്തിൽ അവർ അതിനെപ്പറ്റി തിട്ടമായൊന്നും പറയുവാൻ സാധ്യമാകാതെ വരുന്നു. പരലോകാനുഭവങ്ങളെ അപേക്ഷിച്ച് അത് കേവലം ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ പോലെ മാത്രമാണെന്ന് അവർ തോന്നിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ മരണശേഷം പുനർജീവിത സമയം വരെ അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർക്ക് അതിനു മുമ്പ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സൂക്ഷ്മമായി ഒന്നും അറിയാതിരുന്നതെന്നും അല്ല ആയത്തുകളുടെ ഉദ്ദേശം. കാരണം, 1, പുനരുത്ഥാനത്തിന് മുമ്പ് തങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുള്ള കാലം എത്രയാണെന്ന് പറയുവാൻ കഴിയാതെ വരുന്നതും അത് അല്പകാലം മാത്രമായിരുന്നുവെന്ന് മറുപടി പറയുന്നതും അവിശ്വാസികളും കുറ്റവാളികളുമായ ആളുകളാണെന്ന് ഖുർആൻ പ്രസ്താവനകളിൽ നിന്നു തന്നെ മനസ്സിലാക്കാം. ചില ആയത്തുകളിൽ അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.
മറ്റു ചിലതിന്റെ മുമ്പും പിമ്പും പ്രസ്താവിച്ചിട്ടുള്ള സംഗതികളിൽ നിന്നും അത് ഗ്രഹിക്കുവാൻ കഴിയും. സൂറത്തുർ റൂം 55-56 ഈ വസ്തുത വളരെ സ്പഷ്ടമായ ഭാഷയിൽ തന്നെ അള്ളാഹു പ്രസ്താവിക്കുന്നത് നോക്കുക. വയൗമ തഖൂമു സ്സാഅതു യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിഥു ഗൈറ സാഅ കദാലിക കാനൂ യുഫകൂൻ وقال الذين أوتوا العلم والإيمان لقد لبثتم في كتاب الله إلى يوم البعث فهذا يوم البعث ولكنكم كنتم لا تعلمون. അന്ത്യസമയം, ലോകാവസാന ഘട്ടം നിലനിൽക്കുന്ന ദിവസം കുറ്റവാളികൾ സത്യം ചെയ്തു പറയും, അവർ ഒരു നാഴിക നേരമല്ലാതെ താമസിച്ചിട്ടില്ല എന്ന്. അപ്രകാരമാണ് അവർ, അതായത് സത്യത്തിൽ നിന്ന് തിരിക്കപ്പെട്ടിരുന്നത്. അറിവും സത്യവിശ്വാസവും നൽകപ്പെട്ടവർ പറയും, നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ, അതായത് നിശ്ചയപ്രകാരം പുനരുത്ഥാന ദിവസം വരേക്കും തീർച്ചയായും താമസിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ പുനരുത്ഥാന ദിവസമാണ്, പക്ഷേ നിങ്ങൾ അറിയാതിരിക്കുകയായിരുന്നു. കുറ്റവാളികളാണ് ഖിയാമത്ത് നാളിൽ ഇപ്രകാരം പറയുകയെന്നും സത്യവിശ്വാസികൾ അവരുടെ തെറ്റ് തിരുത്തുകയാണ് ചെയ്യുന്നതെന്നും ഇതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. മരണപ്പെട്ടവരെല്ലാം അതേവരെ ഉറങ്ങിക്കിടക്കുകയായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ഇക്കാര്യത്തിൽ സത്യവിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുവാൻ പാടില്ലല്ലോ. അവിശ്വാസികൾ നരകത്തിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരുമായി ഉണ്ടാകുന്ന ചോദ്യോത്തരങ്ങളും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് സൂറത്ത് അഹ്ഖാഫ് 35 അള്ളാഹു പറയുന്നു, അവരോട് താക്കീത് ചെയ്യപ്പെടുന്നതിനെ, അതായത് ശിക്ഷയെ അവർ കാണുന്ന ദിവസം പകലിൽ നിന്നുമുള്ള ഒരു നാഴിക സമയമല്ലാതെ അവർ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്തതുപോലെയിരിക്കും. കഅന്നഹും യൗമ യറൗന. കുറ്റവാളികളും അവിശ്വാസികളുമായുള്ളവർ പരലോക ശിക്ഷ കാണുമ്പോഴുണ്ടാകുന്ന പരിഭ്രമവും ഭയവും നിമിത്തം ഐഹിക ജീവിതകാലം എത്രമായിരുന്നുവെന്ന് അവർക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ കഴിയാതെ വരികയും അത് കേവലം ഒരു നാഴിക സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്ന് അവർക്ക് തോന്നിപ്പോവുകയുമാണ് ചെയ്യുന്നതെന്ന് ഈ ആയത്തുകളിൽ നിന്ന് ആർക്കും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ചില ആയത്തുകളിൽ ഒരു നാഴിക സാഅ എന്നതിനു പകരം 10 ദിവസം അശ്ര എന്നും, ചിലതിൽ ഒരു സായാഹ്നം അല്ലെങ്കിൽ അതിന്റെ പൂർവാഹനം അഷിയത്തൻ ഔ ദുഹാഹ എന്നുമൊക്കെ വ്യത്യസ്ത വാക്കുകളിൽ പറഞ്ഞു കാണുന്നതും ദീർഘഭയം കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. 2. മേൽപ്പറഞ്ഞ ആയത്തുകളിൽ അല്പമല്ലാതെ താമസിച്ചിട്ടില്ല, ഒരു നാഴികയല്ലാതെ കഴിച്ചുകൂട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് അവർ മരണശേഷം ഖബറുകളിൽ കഴിഞ്ഞുകൂടിയ കാലത്തെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് ഇക്കൂട്ടർ വരുത്തി തീർക്കുന്നതും വാസ്തവ വിരുദ്ധമാകുന്നു. ഖബറുകളിൽ കഴിഞ്ഞുകൂടിയ കാലവും മരണത്തിനു മുമ്പ് ജീവിതത്തിൽ കഴിഞ്ഞ കാലവുമെന്ന വ്യത്യാസമില്ലാതെ മൊത്തത്തിൽ മുമ്പ് കഴിഞ്ഞ കാലത്തെ പറ്റിയാണ് യഥാർത്ഥത്തിൽ ആ പ്രസ്താവനകൾ ഉള്ളത്. ഈ രണ്ടിൽ ഒന്നിനെപ്പറ്റി മാത്രമാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ അത് മരണത്തിനു മുമ്പ് ഭൂമിയിൽ ജീവിച്ച കാലത്തെ മാത്രം ഉദ്ദേശിച്ചായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. നാം ഇപ്പോൾ വായിച്ചു തീർന്ന സൂറത്തുൽ മുഅ്മിനൂൻ 112-ാം വചനത്തിൽ കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ, നിങ്ങൾ ഭൂമിയിൽ എത്ര എണ്ണം കൊല്ലങ്ങൾ കഴിച്ചുകൂട്ടി എന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് മരണശേഷം എത്ര കൊല്ലമെന്നോ ഖബറുകളിൽ എത്ര കൊല്ലമെന്നോ അല്ല. ഭൂമിയിൽ ഫിൽ അർദ് എന്ന വാക്ക് ഖബറുകളിൽ കഴിഞ്ഞ കാലത്തെയും ഉൾപ്പെടുത്തിയേക്കാമെങ്കിലും ഖബറുകളിൽ വാസം തുടങ്ങുന്നതിന്റെ മുമ്പത്തെ ജീവിതത്തെയാണ് അത് ഒന്നാമതായി ബാധിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ ഈ ചോദ്യത്തിന്റെ താല്പര്യം ഒന്നുകിൽ നിങ്ങൾ മരിക്കുന്നതിനു മുമ്പ് ഭൂമിയിൽ എത്ര കൊല്ലം താമസിച്ചു എന്നായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ മരണം വരെയും മരണശേഷം ഖബറുകളിലും കൂടി എത്ര കാലം താമസിച്ചു എന്നാവണം. ഈ രണ്ടിലൊന്നല്ലാതെ മരണശേഷം ഖബറുകളിൽ മാത്രം എത്ര കാലം താമസിച്ചു എന്നായിരിക്കയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂമിയിൽ എന്നുള്ളതിന് ഖബറുകളിൽ എന്നർത്ഥമില്ല. സൂറത്ത് യൂനുസ് 45 അള്ളാഹു അവരെ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം പകലിൽ നിന്നുള്ള ഒരു നാഴികയല്ലാതെ അവർ കഴിച്ചു കൂട്ടിയിട്ടില്ലെന്ന പോലെ ഇരിക്കും. വയൗമ യഹ്ശുറുഹും കഅല്ലം യൽബസു ഇല്ലാ സഅതം മിനൻ നഹാർ.
എന്നാണ് പറയുന്നത്. ഖബറിൽ ഉറങ്ങിക്കിടക്കുന്നതിനെ മാത്രം ഉദ്ദേശിച്ചാണിത് പറയുന്നതെങ്കിൽ രാത്രിയിൽ നിന്നുള്ള ഒരു നാഴിക എന്നല്ലേ പറയുവാൻ കൂടുതൽ ന്യായമുള്ളത്? ഇതുപോലെ തന്നെ സൂറത്തുൻ നാസിആത്ത് 46 ഒരു സായാഹ്നം അല്ലെങ്കിൽ ഒരു പൂർവാഹ്നം, അഷിയത്തൻ ഔ ദുഹഹ അഥവാ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതും തന്നെ ഖബറുകളിലെ കാലത്തെക്കുറിച്ചോ അതല്ല മരണത്തിനു മുമ്പുള്ള കാലത്തെക്കുറിച്ചോ ഏതായിരിക്കുന്നതാണ് കൂടുതൽ യോജിപ്പ് എന്ന് വായനക്കാർ ചിന്തിക്കുക. ഖിയാമത്ത് നാളിലെ പരിഭ്രമം കൊണ്ടല്ല, അതുവരെ ഉറങ്ങിക്കിടക്കുകയായിരുന്നത് കൊണ്ടാണ് അവിശ്വാസികൾ മേൽപ്പറഞ്ഞ, അതായത് സൂക്ഷ്മരഹിതമായ മറുപടി പറയുന്നതെന്നാണല്ലോ ഇക്കൂട്ടരുടെ വാദം. തൽക്കാലം അത് സമ്മതിച്ചേക്കുക. അപ്പോൾ ഭൂമിയിൽ നിങ്ങൾ എത്ര താമസിച്ചു എന്ന ചോദ്യത്തിന് മരിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ എത്ര കാലം താമസിച്ചു എന്ന് അർത്ഥമാക്കുന്ന പക്ഷം അവരുടെ മറുപടി ഞങ്ങൾ ഭൂമിയിൽ ഇത്രകാലം താമസിച്ചിട്ടുണ്ട് എന്ന്, അതായത് കാലം തിട്ടപ്പെടുത്തിക്കൊണ്ടു തന്നെ ആവണമല്ലോ. ഇനി ആ ചോദ്യത്തിന് മരണം വരെ ജീവിച്ച കാലവും മരണശേഷം ഖബറുകളിലും കൂടി എത്ര താമസിച്ചു എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ മറുപടി ഏതാണ്ട് ഇങ്ങനെയായിരിക്കേണ്ടതാണ്: മരണത്തിനു മുമ്പ് ഇത്ര കാലം കഴിഞ്ഞുകൂടിയിട്ടുണ്ട്, മരണശേഷം ഖബറുകളിൽ എത്ര കാലം കഴിഞ്ഞുകൂടി എന്ന് ഞങ്ങൾക്കറിവില്ല. അതായത് കാരണം ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നുവല്ലോ പടച്ചവനെ. ഇങ്ങനെയുള്ള മറുപടികളൊന്നും പറയാതെ ഞങ്ങൾ ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ താമസിച്ചിരിക്കുന്നു, എണ്ണം അറിയുന്നവരോട് ചോദിച്ചു നോക്കുക എന്നിങ്ങനെ പറയുന്നത് ശിക്ഷ മൂലമുള്ള പരിഭ്രമത്തെയല്ല, ഖബറിലെ ഉറക്കിനെയാണ് കാണിക്കുന്നതെന്ന് സമർത്ഥിക്കുവാൻ ഇക്കൂട്ടർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ മറുപടിയെ ഉദ്ധരിച്ചതിനെ തുടർന്ന് മുഅ്മിനൂൻ 114, 115 അള്ളാഹു പ്രസ്താവിക്കുന്നത് എന്താണെന്ന് വായനക്കാരൊന്ന് മനസ്സിരുത്തി നോക്കുക. നിങ്ങൾ അല്പമല്ലാതെ താമസിച്ചിട്ടില്ല എന്നത് ശരിയാണ്, പക്ഷേ ഐഹിക ജീവിതം വളരെ ദീർഘിച്ചതും നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിച്ചു കൂട്ടാവുന്നതുമാണെന്ന് നിങ്ങൾ കരുതി വശായി ഈ കടുത്ത അനുഭവങ്ങളെയും അറ്റമില്ലാത്ത ജീവിതത്തെയും നേരിടേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ അവസ്ഥ നിങ്ങൾക്ക് വന്നെത്തുകയില്ലായിരുന്നു എന്നല്ലേ ആ പ്രസ്താവനയുടെ സാരം? ചുരുക്കത്തിൽ മേൽ കാണിച്ച ആയത്തുകളൊന്നും തന്നെ ഖബറുകളിൽ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുകയാണെന്നല്ല കാണിക്കുന്നത്. പരലോക ജീവിതത്തിന്റെ ഭയങ്കരതയോടും ദൈർഘ്യത്തോടും താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പ് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ കേവലം നിസ്സാരമായി തോന്നുമെന്ന് മാത്രമാണ് കാണിക്കുന്നത്. മേൽപ്പറഞ്ഞ പ്രസ്താവനകളൊന്നും തന്നെ ഖബറുകളിൽ താമസിച്ച കാലത്തെ മാത്രം ഉദ്ദേശിച്ചാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. പരമാർത്ഥം ഇതായിരിക്കെ അനേകം ഹദീസുകളിൽ ഖബറിലെ ശിക്ഷയെക്കുറിച്ചും മറ്റും പ്രസ്താവിച്ചിട്ടുള്ളതിനെ ഉന്നം വെച്ചുകൊണ്ട് ഇക്കൂട്ടർ തല്ലിന്റെയും കുത്തിന്റെയും കഥ ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്നും ഖബറിലെ ജീവിതം തല്ലും കുത്തുമായിട്ടാണ് കഴിഞ്ഞുകൂടുകയെങ്കിൽ ഈ പ്രസ്താവനയ്ക്ക് അവകാശമില്ല എന്നും പരിഹാസപൂർവം ആവർത്തിച്ച് പറയുന്നത് എത്രമാത്രം കടുത്തതും ധിക്കാരപരവുമാണെന്ന് ആലോചിച്ചു നോക്കുക. തല്ലും കുത്തും എന്ന് പ്രയോഗിച്ചുകൊണ്ടുള്ള ഈ പരിഹാസത്തിന് പാത്രമാകുന്നത് കേവലം ചില പണ്ഡിതന്മാരോ മുൻകഴിഞ്ഞുപോയ സ്വഹാബത്ത് തുടങ്ങിയുള്ള മഹാന്മാരോ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയാണെന്നുള്ളതാണ് എത്രയും ശോചനീയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഖബറുകളിലെ അനുഭവങ്ങളെ പറ്റി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കണ്ണടയ്ക്കുകയും ഗോപ്യമായ നിലയിൽ പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് തല്ലിന്റെയും കുത്തിന്റെയും കഥ ഖുർആൻ അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ഇവർ സൂറത്തുൽ മുഅ്മിൻ 46 ആയത്തിനെ കുറിച്ച് അറിയാത്ത ഭാവത്തിൽ മൗനം അവലംബിക്കുന്നത് കാണാം. ഫിർഔന്റെ കൂട്ടർക്ക് ഭൂലോകത്ത് വെച്ചുണ്ടായ ശിക്ഷയെപ്പറ്റി പ്രസ്താവിച്ച ശേഷം അള്ളാഹു പറയുന്നു, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവൻ വഅശിയ, നരകം രാവിലെയും വൈകുന്നേരവും അതിങ്കൽ അവർ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. തുടർന്നുകൊണ്ട് ഖിയാമത്ത് നാളിൽ അവരെ അതികഠിനമായ ശിക്ഷയിൽ അകപ്പെടുത്തുവാൻ കൽപ്പിക്കുന്നതാണ്. വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്,
എന്നും പ്രസ്താവിക്കുന്നുണ്ട്. കുറ്റവാളികൾക്ക് മരണത്തിനും പുനരുത്ഥാനത്തിനുമിടയിൽ ഒരുതരം ശിക്ഷാനുഭവം ഉണ്ടാകുന്നതാണെന്നുള്ളതിന് ഈ ആയത്ത് മതിയായ തെളിവ് നൽകുന്നു. കൂടുതൽ വിവരം അവിടെ വെച്ച് നമുക്ക് കാണാം. മരണശേഷം ഖബറിൽ വെച്ചുണ്ടാകുന്ന അനുഭവങ്ങളെപ്പറ്റി ഹദീസുകളിൽ വന്നിട്ടുള്ള പല സംഗതികളും സൂറത്ത് യാസീനിൽ വെച്ചും സംസാരിക്കാം ഇൻഷാ അല്ലാഹു തആല.